സുഹൃത്തുക്കളെ നമസ്കാരം. ഞാൻ വിനോദാണ്, വിരാടം വിനോദം. ദ 60+ യങ്സ്റ്ററിൻ്റെ പുതിയ കാഴ്ചകളിലേക്ക് സ്വാഗതം. ഈ ആൾക്കാരൊഴുകുന്നത് അത്തച്ചമയം 2025 തൃപ്പൂണിത്തുറയിൽ നടക്കുന്ന അത്തച്ചമയ ഘോഷയാത്രയിൽ പങ്കെടുക്കാനാണ്. ഈ ആൾക്കാരുടെ ഒപ്പം ഞാനും നടക്കുന്നു, നിങ്ങളും എൻ്റെ കൂട്ടത്തിൽ പോരുക. ഈ പോകുന്നത് അനൂപ് ജേക്കബ് MLA ആണ്. എനിക്ക് തോന്നുന്നത് ഇന്ന് ഉദ്ഘാടനം 9 മണിക്കായിരുന്നു. ഉദ്ഘാടനം ചെയ്തത് മന്ത്രി രാജീവും മന്ത്രി MB രാജേഷും കൂടി ആയിരുന്നു എന്നാണ് ഇന്നലെ അനൗൺസ്മെൻറ്റ് കേട്ടത്. അങ്ങനെ ആയിരുന്നിരിക്കണം ഇന്ന് നടന്നത്. അതിഭയങ്കരമായ തിരക്കാണ്. തിരക്ക് നിങ്ങൾക്ക് ഊഹിക്കാം. ഘോഷയാത്ര തുടങ്ങിയിട്ടില്ല, പക്ഷേ അതിൻ്റെ അനൗൺസ്മെൻറ്റൊക്കെ നമുക്ക് കേൾക്കാം. ഇതാണ് സ്റ്റാച്യു ജംഗ്ഷൻ. ഈ ജംഗ്ഷനിൽ നിന്നാണ് നമ്മൾ കൂടുതലും വീഡിയോകൾ പകർത്താൻ ശ്രമിക്കുന്നത്. അനൗൺസ്മെൻറ്റും നമ്മൾ കാണുന്ന കാഴ്ചകളും തമ്മിൽ വലിയ ബന്ധം ഉണ്ടാകില്ല. കാരണം ഈ ഘോഷയാത്രയുടെ തുടക്കത്തിലാണ് ഈ അനൗൺസ്മെൻറ്റ് നടത്തുന്നത്. അത് കുറച്ച് ദൂരെ മാറിയിട്ടുള്ള ഗവൺമെൻറ് സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ നിന്നാണ് ഈ ഘോഷയാത്ര തുടങ്ങുന്നത്. അവിടെ നിന്നുള്ള അനൗൺസ്മെൻറ്റാണ് നമ്മൾ കേൾക്കുന്നത്. ഈ ചുറ്റുവട്ടം ഒന്ന് കാണാം. ഇതാ ഓണത്തിൻ്റെ വരവറിയിച്ചുകൊണ്ട് ഓണത്തപ്പനും ഇതെല്ലാം നിൽക്കുന്നു. ഇതാ SBIയുടെ മാവേലി തമ്പുരാനും പ്രജകളും ഒക്കെ അവിടെ നിൽക്കുന്നത് നമ്മൾക്ക് കാണാം. നമ്മളെ നോക്കി അനുഗ്രഹിക്കുന്നുണ്ട്. നമുക്ക് നേരെ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിലേക്കൊന്ന് പോയി വരാം. ആഘോഷം കാണാനായിട്ട് ആൾക്കാർ കൂടിയിരിക്കുന്നതുകൊണ്ട് പൂർണ്ണത്രയീശ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ തിരക്കില്ല. അവിടെ ആൾക്കാർ വളരെ കുറവാണ്. അത് തന്നെയല്ല, ഇപ്പോൾ 10:30 സമയമാണ്. ഇപ്പോൾ പൂജയൊന്നും ഇല്ലാത്ത സമയമായിരിക്കും. കുറച്ച് ഭക്തജനങ്ങൾ മാത്രമേ ഉള്ളൂ. നമുക്ക് അവിടുന്ന് തിരിച്ച് ഘോഷയാത്ര എവിടം വരെ എത്തി എന്ന് കാണാനായിട്ട് പോരാ. ഓക്കെ. എവിടെയും ഓണാഘോഷത്തിൻ്റെ തിരക്കുകളാണ്. ഈ തിരക്കിൽ നിന്ന് വേണം നമുക്ക് കാണാൻ. ഞാനൊരു 60+ യങ്സ്റ്ററാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ക്ഷീണങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അതുപോലെ പറ്റുന്ന രീതിയിൽ വീഡിയോ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ചില ഫോട്ടോഷൂട്ടുകളൊക്കെ നടക്കുന്നു. പൂക്കളുടെ മേളമാണ്. ഇനിയും ഉള്ള ദിവസങ്ങളിൽ തൃപ്പൂണിത്തുറയും തൃക്കാക്കരയും ഓണാഘോഷത്തിൻ്റെ പെരുങ്കളിയാട്ടമാണ്. ഘോഷയാത്രയുടെ തുടക്കം ഇവിടെ എത്തിക്കഴിഞ്ഞു. നമ്മൾ സ്റ്റാച്യു ജംഗ്ഷനിൽ നിന്നാണ് കാണുന്നത്. അപ്പോൾ അനൗൺസ്മെൻറ്റും ഇതുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ വിചാരിക്കേണ്ട. അപ്പോൾ കാഴ്ചകൾ തുടർന്ന് കാണുക. അതിനകത്ത് കൂടുതൽ എനിക്ക് പറയാനൊന്നുമില്ല. 1949 വരെ കൊച്ചി രാജാവ് സർവാഭരണ വിഭൂഷിതനായി ഈ ഘോഷയാത്രയിൽ പങ്കെടുക്കുമായിരുന്നു. കേരള സംസ്ഥാനം രൂപീകരിച്ചതിന് ശേഷം 1961 ഈ ഘോഷയാത്ര നമ്മുടെ ജനകീയ സർക്കാരുകൾ ഏറ്റെടുത്തത്. അപ്പോൾ അതാ മാവേലി തമ്പുരാൻ നമ്മുടെ ഘോഷയാത്രയുടെ മുമ്പിൽ മാവേലി തമ്പുരാൻ വരുന്നത് കാണാം. സർവാഭരണ വിഭൂഷിതനായിട്ടുള്ള മാവേലി തമ്പുരാനെ നമുക്ക് കാണാം. തുടർന്നുള്ള കാഴ്ചകൾ ആസ്വദിക്കുക. ഘോഷയാത്ര നടക്കുമ്പോൾ നമ്മൾ നിന്നതിന് ചുറ്റുവട്ടത്തുള്ള ചില കാഴ്ചകളുമൊക്കെ നമ്മൾ പകർത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ കമൻറ്റുകളിൽ രേഖപ്പെടുത്തണം. അതുപോലെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഒരു ഗജവീരൻ്റെ എഴുന്നള്ളത്ത് നമുക്ക് കാണാം. ഒരിക്കൽ കൂടി പറയുന്നു, അനൗൺസ്മെൻറ്റ് ഘോഷയാത്ര തുടങ്ങുന്ന ഗ്രൗണ്ടിൽ നിന്നാണ് നടക്കുന്നത്. അതുകൊണ്ട് ആ അനൗൺസ്മെൻറ്റിൻ്റെ അതനുസരിച്ചിട്ടല്ല നമ്മൾ ഈ ജംഗ്ഷനിൽ ഏതാണ്ട് 1/2 കിലോമീറ്റർ മാറിയിട്ടുള്ള സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ അവിടെ കാണുന്ന കാര്യമാണ് അനൗൺസ് ചെയ്യുന്നത്. അതായിരിക്കില്ല നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. രജനീകാന്ത് വേഷം 4 സൗണ്ട് 2. പ്രിൻസ് ആൻഡവലിയുടെ രജനീകാന്ത് വേഷം 4 സൗണ്ട് കടന്നു വരുവാൻ അഭ്യർത്ഥിക്കുന്നു. വേഷം 4 സൗണ്ടിന് ശേഷം ഗേറ്റിന് മുൻപിൽ നിന്ന് നിങ്ങൾ ഘോഷയാത്ര മുന്നിലേക്ക് കടത്തിവിടുവാൻ അഭ്യർത്ഥിക്കുന്നു. മുന്നിലേക്ക് കടന്നു വരുവാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട പുലിക്കളി
സ്കോട്ട്ലാൻഡ് കാസർഗോഡ് മാരി തെയ്യം വേഷത്തിന്റെ പിന്നിലായി പുലിക്കളി മേളം കടന്നു വരികയാണ്. തൃശൂർ നഗരത്തെ പ്രകമ്പ ഡോൾ ഡാൻസ് കടന്നു വരുവാൻ അഭ്യർത്ഥിക്കുന്നു. പൂതൻ മേളമൊക്കെ വിട്ടുപോട്ടെ, വേദി വിട്ടുപോകട്ടെ. അടുത്തതായി ഡോൾ ഡാൻസ്. പ്രിയപ്പെട്ടവരെ, ഈ കലാരൂപങ്ങളെല്ലാം കടന്നു വരുവാൻ അഭ്യർത്ഥിക്കുന്നു. കുട്ടൂസൻ, മായാവി തുടങ്ങിയവരുടെ അത്ഭുതകരമായ കഥകൾ വായിച്ചിട്ടുള്ളവർക്ക് ഇതാ വേഷങ്ങൾ ഇവിടെ ഈ കലാരൂപങ്ങളായി അവതരിപ്പിക്കുകയാണ്. പ്രിൻസ് ആണ്ടവലിയുടെ ആട്ടക്കാവടി കടന്നു വരട്ടെ. ഘോഷയാത്രയിൽ കലാരൂപങ്ങൾ. ഈ ഘോഷയാത്രയിൽ കട്ടപ്പുറത്തിന്റെ ശിങ്കാരിമേളം കടന്നു വരേണ്ടതാണ്. മുരളി കട്ടപ്പുറത്തിന്റെ ശിങ്കാരിമേളം കടന്നു വരുവാൻ അഭ്യർത്ഥിക്കുന്നു. സാജൻ മൂകാംബികയുടെ കെട്ടുകാള കലാരൂപം അണിനിരക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വനദിനമാ ശ്രദ്ധിക്കുക. ആട്ടക്കാവടിയുടെ തൊട്ടുപിന്നിലായി സാജൻ മൂകാംബികയുടെ വേഷം. എല്ലാവരെയും അറിയാം. ഞാൻ ഓരോരുത്തരെയും വെച്ചിട്ടാണ് ഈ പരിപാടിക്ക് എത്തിയിട്ടുള്ളത്. നിങ്ങൾ ഇത്തി വന്ന് ഈ പരിപാടി ഇത്ര വിപുലമായ രീതിയിൽ ബന്ധിച്ച വിജയമാക്കി തീർത്ത നിങ്ങൾ ഓരോരുത്തരോടുമുള്ള അകൈവമായ നന്ദി രേഖപ്പെടുത്തുവാൻ ഇത്തരത്തിലുള്ള പരിപാടികൾ നമ്മൾ തുടരുന്നതാണ്. നിങ്ങൾ എല്ലാവരെയും അറിയിക്കുന്നതാണ്. ആരെക്കൂട്ടി അറിയിക്കുന്നതനുസരിച്ച് നിങ്ങൾ വന്നു ചേർന്ന് അതും ഒരു വൻ വിജയമാക്കി തീർക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഓണ ആശംസകൾ നേർന്നുകൊണ്ടും ഞാൻ നിർത്തുന്നു.